ഒരിക്കലും പ്ലിക്കോസ് ചെയ്താണ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നാളെ നമ്മുടെ ഫ്ലാങ്കിലെ കല്യാണമാണ് ഗൈസ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലൈക്കൺ അടിച്ചോടുക. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ നമുക്ക് നമ്മളെ ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ചോപ്പിനിമ്പാടിയും കൊണ്ടുപോവാം ഗൈസ്. അപ്പോൾ നമുക്ക് ചോപ്പിനിമ്പാടി വിളിക്കാം. അവിടെ ചോപ്പേ വേടാ, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ. ഫ്ലാങ്കിലെ ബൈ വാ, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നാ. എന്നാൽ പെട്ടെന്ന് കയറി, വണ്ടി കയറി. ഓക്കെ, അവിടെ നിൽക്കുന്ന ആരും വിളിക്കുന്നുണ്ട്, ഞാൻ എടുത്തോ ഇവിടെ ഒന്ന്. ഓക്കെ, അമ്മാവനാണല്ലോ, നമ്മൾ എന്തായാലും നിർത്തോക്കട്ടെ. ഹലോ അമ്മാവ, എന്താ പ്രശ്നം? നീ ഡ്രസ്സ് എടുക്കാൻ പോയോ? ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവാം അമ്മാവ. നീ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ മുടിയും പാടി വെട്ടുക, ചപ്പത്തോളം വയ്ക്കണം, ഒന്ന് വെട്ടി പോയാണ്ട്. ഓക്കെ അമ്മാവ, ഞാൻ വെട്ടിക്കോളാം. ഓക്കെ, അമ്മാവ വിളിച്ച് പറയാം നമ്മളെ തലയും പാടി വെട്ടാനാണ്, തലയല്ല നമ്മളെ മുടിയും പാടി വെട്ടാനാണ് പറയുന്നത്. അത് വെട്ടാൻ മനസ്സില്ല, എന്നാലും വെട്ടിക്കേ പറ്റുള്ളൂ. ചോപ്പിക്കാളെ നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഫ്രാങ്കിൽ ഇനിയിപ്പോൾ ഒരു കാര്യം പറയാണ്ടിക്ക്. എന്താണല്ല, നമ്മളെ വീഡിയോ കാണുന്നത് പകുതി മുക്കാലായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ചോപ്പാണ് ശരിയാണ്, നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യണ കാണാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഡ്രസ്സും ബിയേക്ക് വിടുക ഗൈസ്. ഓക്കെ, നമ്മളെ ഡ്രസ്സും ബീഡിൻ്റെ അവിടെ നമുക്ക് എന്തായാലും ഇറങ്ങിയാണ്. നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ട. ചോപ്പം നീ ഇവിടെ നിന്നോട്ടോ. ഫ്രാങ്കിൽ ഞാൻ ഇവിടെ നിന്നോളാം. ഓക്കെ, നമുക്ക് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മളിത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി നമ്മളെ മുടിയും പാടി വെട്ടാം. അപ്പോൾ നമുക്ക് ചോപ്പിനോട് പറയണം. ചോപ്പിന് നമുക്കിനി മുടി എത്താൻ പോയാലോ? ഓക്കെ ഫ്രാങ്കിൽ നമുക്ക് മുടിയും പാടി വെട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മുടി എത്താൻ പോകും. തീരെ താല്പര്യമില്ല മുടി എത്താണ്, കാരണം ഞാൻ 3 വർഷമായി മുടി വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും വെട്ടിയേ തീരുള്ളൂ, കല്യാണമല്ലേ. എന്തായാലും നമുക്ക് നമ്മളെ ഇവിടെ അടുത്ത് തന്നെ നമ്മളൊരു മുടി എത്തുന്ന വീട്, നമുക്ക് അവിടുന്ന് മുടി എത്താം ഗൈസ്. ഒരു ഭയങ്കര ബ്രാൻഡഡ് മുടി എത്തുന്ന കടയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി മുടി എത്താം. ഓക്കെ, നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി മുടി എത്തിയിട്ട് വരാം. അവിടെ ചോപ്പിന് എനിക്ക് ഇവിടെ എക്കൂലേ? ഓക്കെ ഫ്രാങ്കിൽ ഞാൻ ഇവിടെ വന്നോളാം. ഓക്കെ, നമ്മുടെ എന്താണ് ചോപ്പിനൊക്കെ ഉണ്ടാകുന്ന ആവശ്യമുണ്ടാകും, കാരണം ഇതിൽ പെക്സിനെ അലോഡല്ല ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് എന്തായാലും മുടിയൊക്കെ വെട്ടിയിട്ട് നമുക്കിനി സുന്ദര കുട്ടപ്പനാവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ മുടി വെട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ കുറേ കാര്യങ്ങൾക്ക് ശേഷം നമ്മളെ ഫ്ലാങ്കിലിന് എങ്ങനെ കാണുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ചോപ്പിനോട് പറയാം. നമുക്ക് ചോപ്പിനോട് എങ്ങനെയത് ചോദിച്ചാൽ, അവിടെ ചോപ്പേ എങ്ങനെ ഉണ്ടടാ മോനെ? ഫ്രാങ്കിലി ബായ് എന്നെയാണോ? എടാ മോനെ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഫ്രാങ്കിലി ബായ് പൊളി. താങ്ക് യു. ഓക്കെ, നമ്മളെ ചോപ്പ് റസാക്കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കിനി നമ്മളെ വീട്ടിലേക്ക് നേരെ പോവുക ഗൈസ്. വീട്ടിൽ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിനി നമ്മളെ ചോപ്പിനെ ഇവിടെ നിർത്തിയാണ് നമുക്ക് പോയി ഇറങ്ങണം. നാളെ നേരത്തെ നീച്ചാലോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിർത്താം. അവിടെ ചോപ്പ് ഇനി ഞാൻ ഉറങ്ങാൻ പോകാട്ടോ, ഇനി ഇങ്ങനെ ശല്യപ്പെടുത്തൊന്നും ചെയ്യരുത്. ഓക്കെ ഫ്രാങ്കിലി ബായ് പറഞ്ഞ് ഉറങ്ങിക്കോ, ലാസ്റ്റ് തുറക്കല്ലേ ഇത്. ഇതെന്താ അങ്ങനെ വെച്ച് ചോദിച്ചത്? ഒന്നുമില്ല ഫ്രാങ്കിലി ബായ്. ഓക്കെ, നമ്മൾ ചോപ്പ് എന്ത് ചെയ്യും, എനിക്കെന്താ ചുറ്റിക്കളി എന്ത് കേസ്. എന്തായാലും നമുക്കിനി ഉറങ്ങാൻ കേസ്. എന്തായാലും അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. സമയം എത്ര ആയി നോക്കിയോട്ടെ? 12 മണി സമയമായി. എൻ്റെ മോനെ, നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓടിച്ചോളത്തേക്ക് പോകണം. നമുക്ക് എന്തായാലും നമ്മളെ ഡ്രസ്സിലെത്താം. ഓക്കെ, നമ്മളിത് ഡ്രസ്സും കാര്യമൊക്കെ മാറ്റി നമുക്ക് ചോപ്പിനെ പോയി വിളിച്ചാൽ ചോപ്പ് അവിടെ കൂർക്കം വലിച്ചു തുടങ്ങുന്നുണ്ടാവും. കാരണം നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പറഞ്ഞ ശരിയാണ്. ചോപ്പ് എണീക്കട പൊട്ട എണീക്കട ജന്തുവോ ഓക്കെ, നമ്മൾ ഡ്രസ്സും കാര്യമൊക്കെ മാറ്റി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചോപ്പിന് വിളിച്ചാൽ ചോപ്പ് അവിടെ കൂർക്ക് വായിച്ച് ഉറങ്ങുന്നുണ്ടാവും. ഈ കാര്യം അവിടെ ചോപ്പ് ഉറങ്ങുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പോയി വിളിക്കാം. ചോപ്പ് എനിക്ക് ഭയങ്കര കള്ളം വല്ലതും കയറിയോ? കള്ള പോകാൻ സമയം പെട്ടെന്ന് കയറ്. ഓക്കെ, ആരും വിളിക്കുന്നുണ്ടായോ? നമുക്ക് എന്തായാലും എടുത്ത് നോക്കട്ടെ. ഓക്കെ, അമ്മാവനാണ്, എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്. ഫ്രാങ്കിൽ നീ ഓടിച്ചോട്ട് കൊണ്ടോ, എൻ്റെ വീട്ടിൽ പോവാ പെട്ടെന്ന്. എന്താ അമ്മാവ? പെട്ടെന്ന് പോവാ. ഓക്കെ അമ്മാവ. അപ്പോൾ നമ്മളെ അമ്മാവൻ എന്തോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മാവൻ്റെ വീട്ടിൽ പോകാൻ അമ്മാവൻ പറയുന്നത്. ഓക്കെ ഫ്രാങ്കിലി ബായ്, നമുക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവാം. ചോപ്പേ പറയാം, നമുക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവാം. ഫ്രാങ്കിലി ബായ്, എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോകണേ, നമുക്ക് മണ്ടവട്ടിക്കല്ലേ പോകേണ്ടത്? അതല്ലടാ അമ്മാവൻ വിളിച്ച് പറഞ്ഞത്, നമുക്ക് എന്തായാലും പോയോക്കാം. ഓക്കെ ഫ്രാങ്കിലി ബായ്. അമ്മാവൻ്റെ അടുത്ത് എന്താ അമ്മാവൻ ജോലി? നമുക്ക് എന്തായാലും അമ്മാവനോട് ചോദിച്ചു നോക്കാം എന്താണെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും അമ്മാവനോട് ചോദിച്ചു നോക്കാം. അമ്മാവൻ എന്താണ് പ്രശ്നം? അത് പിന്നെ എന്താണ് പറ. നിന്റെ പെണ്ണ് വിളിച്ചോളി പോയി. എന്ത്? അയ്യോ എൻ്റെ പെണ്ണ് പോയ. അയ്യോ അല്ല ചോപ്പേ പറ ചോപ്പേ. ഫ്രാങ്കിലി ബായ് ഒന്ന് കാര്യമായിരിക്കും. ഫ്രാങ്കിലി ബായ്, എൻ്റെ പെണ്ണ് പോയ. എൻ്റെ പെണ്ണ്
ഈ ബാംഗ്ലി ബായ് എന്താ അവിടെ കടന്നുകാണ്ട് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് പിച്ചും പിയും പറയുന്നത്? അയ്യോ എൻ്റെ പെണ്ണ് പോയേ, അയ്യോ അയ്യോ എൻ്റെ പെണ്ണ് പോയേ, അയ്യോ എൻ്റെ പെണ്ണേ എടീ, അയ്യോ ബാംഗ്ലി ബായ് എന്തിനാ കടന്ന് കരയുന്നത്? ബാംഗ്ലി ബായ് എന്ത് സംഭവിച്ചത്? അത് ചോപ്പ് ഞാൻ എവിടെയാണ്? എൻ്റെ കല്യാണ പെണ്ണവിടെ. എന്താ ബാംഗ്ലി ബായ് കല്യാണ പെണ്ണോ? ബാംഗ്ലി ബായ് അല്ല സ്വപ്നം കാണുന്ന ഈ കാര്യം. വലിയ സ്വപ്നം. ശേ ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. നമ്മളൊരു വലിയ സ്വപ്നം കണ്ടു. നമ്മളെ ഫ്ലാങ്കിലെ കല്യാണമൊക്കെ സ്വപ്നമാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. അടുത്ത കിടക്കാച്ചി ബൈ ബൈ.